Good morning, students. We are going to discuss about the first chromosomal structural aberration, that is duplication. So what is duplication? A chromosome duplication is a mutation in which a part of the chromosome has been doubled. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ ക്രോമസോമൽ അബറേഷൻസിലെ ആദ്യത്തെ സ്ട്രക്ചറൽ ക്രോമസോമൽ അബറേഷനായ ഡ്യൂപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? സോ ഡ്യൂപ്ലിക്കേഷൻ ഈസ് ദി മ്യൂട്ടേഷൻ വിച്ച് ലീഡ്സ് ടു ദി ഡബിളിംഗ് ഓഫ് എ പാർട്ട് ഓഫ് എ ക്രോമസോം. അപ്പോൾ ക്രോമസോമിൻ്റെ ഒരു പാർട്ട് മാത്രം ഡബിൾ ചെയ്യുക, അതാണ് ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന മ്യൂട്ടേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ക്രോമസോമിൻ്റെ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ ഒരു പാർട്ട് ഡബിൾ ചെയ്യും. There are three types of duplication: tandem duplication, displaced duplication, and reversed duplication. So what are the three types of duplication? Tandem duplication, displaced duplication, and reversed duplication. അപ്പോൾ 3 ടൈപ്പ് ഡ്യൂപ്ലിക്കേഷൻ ആണുള്ളത്: ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ, ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് റിവേഴ്സ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ആദ്യത്തെ സ്ട്രക്ചറൽ ക്രോമസോമൽ അബറേഷൻ ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേഷനാണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ക്രോമസോമൽ മ്യൂട്ടേഷനാണ്. ഈ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രോമസോമിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ 3 ടൈപ്പ് ഡ്യൂപ്ലിക്കേഷനാണുള്ളത്: ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ, ഡിസ്പ്ലേസ്ഡ് ക്രോമസോമൽ ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് റിവേഴ്സ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദി ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ. സോ ദിസ് ടൈപ്പ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഇൻ വിച്ച് ദി ഡ്യൂപ്ലിക്കേറ്റഡ് റീജിയൻ ഈസ് ഇമീഡിയറ്റ്ലി അഡ്ജസ്റ്റൻറ്റ് ടു ദി ഒറിജിനൽ സെഗ്മെൻറ്റ് ഈസ് കോൾഡ് എ ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ. Tandem duplication is a type of duplication in which the duplicated segment is located near to the original segment. It is called tandem duplication. In the case of tandem duplication, the duplicated segment is located near to the original segment which has duplicated. So in the first figure you can see a normal chromosome, and this normal chromosome undergo duplication. First you can see tandem duplication, that is segment BC has duplicated to create another segment BC near the first duplicated segment or the original segment. So it is known as tandem duplication. So in the tandem duplication, a segment called BC has duplicated to create another segment called BC, which is located near to the duplicated segment BC. So this duplicated segment BC is located near the original segment BC. So it is known as tandem duplication. So the first type of duplication is tandem duplication. അപ്പോൾ ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ ആണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പോൾ ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒറിജിനൽ സെഗ്മെൻറ്റിൻ്റെ അടുത്താണ് ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ ഏത് സെഗ്മെൻ്റ് ആണോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അടുത്താണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരുന്ന സെഗ്മെൻറ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഈ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു നോർമൽ ക്രോമസോം ഉണ്ട്, ABCDEFGH. അപ്പോൾ ഇതിലെ BC സെഗ്മെൻ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. BC സെഗ്മെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു BC സെഗ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത BC സെഗ്മെൻറ്റ് ഒറിജിനൽ സെഗ്മെൻ്റായ BCൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ 2 BCയും അടുത്തടുത്താണുള്ളത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കിട്ടിയ സെഗ്മെൻറ്റും അടുത്തടുത്താണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ്റെ കേസിൽ ഒറിജിനൽ സെഗ്മെൻറ്റിൻ്റെ അടുത്താണ് ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് വരിക. സോ ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഈസ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ ഇൻ വിച്ച് ദി ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് കം നിയർ ദി ഒറിജിനൽ സെഗ്മെൻറ്റ്. The second type of duplication is the displaced duplication. It is if the duplicated segment is located some distance from the original segment, either on the same chromosome or on a different chromosome. It is called displaced duplication. But displaced means it is placed at a distance. So in the case of displaced duplication, the duplicated segment is located away from the original segment
it will be either on the same chromosome away from the original segment, or it will be located on a different chromosome. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡ്യൂപ്ലിക്കേഷനാണ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ്റെ കേസിൽ എന്താണ് പ്രത്യേകത? ഒറിജിനൽ സെഗ്മെൻറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെയായിരിക്കും ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് ഉണ്ടാകുക. ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ്റെ കേസിൽ ഒറിജിനൽ സെഗ്മെൻറ്റും ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റും അടുത്തടുത്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ്റെ കേസിൽ ഒറിജിനൽ സെഗ്മെൻറ്റും ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റും അടുത്തടുത്തല്ല ഉണ്ടാകുക, അവർ അകന്നാണ് ഉണ്ടാകുക. അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ്, അതായത് ഒറിജിനൽ സെഗ്മെൻറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാകുക? ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് ഉണ്ടാകുക. ഒന്നെങ്കിൽ അത് സെയിം ക്രോമസോമിൽ ആയിരിക്കും ഉണ്ടാകുക, അതായത് ഒറിജിനൽ സെഗ്മെൻറ്റിൽ നിന്ന് കുറച്ച് ദൂരെ കഴിഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് ഉണ്ടാകും ഒരേ ക്രോമസോമിൽ, അല്ലെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് വേറൊരു ക്രോമസോമിൻ്റെ മുകളിലാണ് ഉണ്ടാകുക. അപ്പോൾ ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ്റെ കേസിൽ ഒറിജിനൽ സെഗ്മെൻറ്റിൻ്റെ തൊട്ടടുത്താണ് ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് ഉണ്ടാവുക. പക്ഷേ ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ്റെ കേസിൽ ഒറിജിനൽ സെഗ്മെൻറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ്, കുറച്ച് സീക്വൻസ് കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാകുക? ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് ഉണ്ടാകുക. അതൊന്നെങ്കിൽ സെയിം ക്രോമസോമിൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ക്രോമസോമിൻ്റെ മുകളിലായിരിക്കും. Third type of duplication is the reverse duplication. When the duplication is inverted, it is called a reverse duplication. So when the duplicated segment is inverted form of the original segment, it is known as the reverse duplication. അപ്പോൾ ഇവിടെ നോക്കാം, രണ്ടാമത്തെ ഫിഗർ കാണുന്നില്ല. അപ്പോൾ ABCDEFG എന്ന് പറഞ്ഞ ക്രോമസോം, GFGH എന്ന് പറഞ്ഞ ക്രോമസോമാണ് ഒറിജിനൽ നോർമൽ ക്രോമസോം. അതിൽ BC സെഗ്മെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് CB സെഗ്മെൻറ്റാണ് ഫോം ചെയ്യുന്നത്, അതും അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ. ഇപ്പോൾ റിവേഴ്സ് ഓർഡറിലാണ് ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ റിവേഴ്സ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയും. വേറൊരു ടൈപ്പ് ഓഫ് ഡ്യൂപ്ലിക്കേഷനാണ് ടെർമിനൽ ടാൻഡം. അതായത് ടെർമിനൽ സീക്വൻസ് മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. മാത്രമല്ല ഇതിന് ടാൻഡം എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത സെഗ്മെൻറ്റ് ഒറിജിനൽ സെഗ്മെൻറ്റിൻ്റെ അടുത്താണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഇതിനെ ടെർമിനൽ ടാൻഡം എന്ന് പറയുന്നത്. അപ്പം ഈ ഫിഗറിലെ ലാസ്റ്റ് ക്രോമസോം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം AB സെഗ്മെൻറ്റാണ് ടെർമിനൽ ക്രോമസോമൽ സെഗ്മെൻറ്റ്, അതായത് ക്രോമസോമിൻ്റെ എൻഡിലുള്ള സെഗ്മെൻറ്റാണ് AB സെഗ്മെൻറ്റ്. ഈ AB സെഗ്മെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വേറൊരു AB സെഗ്മെൻറ്റ് ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ക്രോമസോമിൻ്റെ എൻഡിലാണ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിനെ ടെർമിനൽ എന്ന പേരിട്ട് വിളിക്കും. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത സെഗ്മെൻറ്റ് ഒറിജിനൽ സെഗ്മെൻറ്റിൻ്റെ അടുത്താണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളതിനെ ടാൻഡം എന്ന് വിളിക്കും. ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോമസോമിൻ്റെ ഒരു സെഗ്മെൻറ്റ് ഡബിൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് 3 ടൈപ്പാണുള്ളത്. ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റ് ഒറിജിനൽ സെഗ്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ വരുന്നതിനാണ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത സെഗ്മെൻറ്റ് ക്രോമസോമിൽ നിന്ന് ഒറിജിനൽ സെഗ്മെൻറ്റിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഉണ്ടാകുക. അതാണ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. പിന്നെ റിവേഴ്സ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സെഗ്മെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അത് നേരെ തല തിരിഞ്ഞിട്ടാണ് വരിക, അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ടാണ് വരിക. അതിനാണ് റിവേഴ്സ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ടെർമിനൽ ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ. അതായത് ക്രോമസോമിൻ്റെ അറ്റത്തുള്ള അല്ലെങ്കിൽ ടെർമിനൽ പോർഷനിലുള്ള സീക്വൻസ് എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ടെർമിനൽ പോർഷനിലുള്ള സീക്വൻസാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ ടെർമിനൽ എന്ന് വിളിക്കുന്നത്. ടാൻഡം എന്ന് വിളിക്കാൻ കാരണം ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റ് ഒറിജിനൽ സെഗ്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. Next we will discuss the effect of duplication. So imbalances in the amount of gene products, that is abnormal gene dosage. The amount of a particular protein synthesized by a cell is often directly related to the number of copies of its corresponding gene. So you know already that the amount of protein always depended on the number of genes. As the number of genes increases, the amount of protein produced by these genes also increases. So an individual with 3 functional copies of a gene often produces 1.5 times
as much of the protein encoded by that gene as that produced by an individual with 2 copies. Because developmental process often require the interaction of many proteins, they may critically depend on the relative amount of protein. As you know, by duplication you are actually increasing the amount of genes, which will leads to the increase in the protein production by 1.5 times, which will affect the protein expression. So the amount of how the duplication affect the gene is that the amount of gene expression is depend upon the amount of protein produced is dependent upon the number of genes. So as the number of genes increases, the amount of protein produced also increases. So due to the duplication, the amount of genes increases, which leads to the due to the duplication the amount of genes increases, which leads to the increase in gene expression 1.5 times more than that of the original genes, and as a result it will affect the protein expression. ഡ്യൂപ്ലിക്കേഷൻ കാരണം ആക്ച്വലി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ജീനിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രോട്ടീൻ എക്സ്പ്രഷൻ കൂടും, അതായത് 1.5 ടൈംസ് കൂടുകയാണ് ചെയ്യുന്നത്. അത് ജീൻ എക്സ്പ്രഷനെ എഫക്റ്റ് ചെയ്യും. ദർ ആർ സം ഡിസീസസ് or conditions which arises due to duplication. So duplication of chromosome number 4 or short arm of chromosome number 4 produces children with small head, short neck, low hairline, growth and mental retardation. ഇപ്പോൾ ഓരോരോ ഡ്യൂപ്ലിക്കേഷൻ, അത് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ഡിസീസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്രോമസോം നമ്പർ 4ൻ്റെ ഷോർട്ട് ആമിലാണ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നതെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന കുട്ടികൾക്ക് സ്മോൾ ഹെഡ് ആയിരിക്കും, ഷോർട്ട് നെക്ക് ആയിരിക്കും, ലോ ഹെയർ ലൈൻ എന്ന് വെച്ചാൽ നെറ്റ് കയറിയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഗ്രോത്ത് ആൻഡ് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. ഇഫ് ദി ഡ്യൂപ്ലിക്കേഷൻ ഒക്കേഴ്സ് ഇൻ ദി ലോങ് ആം ഓഫ് ക്രോമസോം 4, ഇറ്റ് വിൽ ലീഡ്സ് ടു സ്മോൾ ഹെഡ്, സ്ലോപ്പിംഗ് ഫോർ ഹെഡ്, ഹാൻഡ് അബ്നോർമാലിറ്റി. സ്മോൾ ഹെഡ് എന്ന് വെച്ചാൽ ചെറിയ തല, സ്ലോപ്പിംഗ് ഫോർഹെഡ് മീൻസ് തല പരന്നിട്ടാണ്, അതായത് നെറ്റി പരന്നിട്ടാണ് ഉണ്ടാകുക. പിന്നെ ഹാൻഡ് അബ്നോർമാലിറ്റീസ് മീൻസ് കൈക്കൊക്കെ തകരാറുണ്ടാവും. നെക്സ്റ്റ്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ലോങ് ആം ഓഫ് ക്രോമസോം നമ്പർ 7 ലീഡ്സ് ടു ഡിലേഡ് ഡെവലപ്മെൻറ്റ്, എസിമെട്രി ഓഫ് ഹെഡ്, ഫസി സ്കാർപ്പ്, സ്മോൾ നോസ്, ലോ സെറ്റ് ഇയേഴ്സ്. ഇപ്പോൾ ക്രോമസോം നമ്പർ 7ൻ്റെ ലോങ് ആമിലാണ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നതെങ്കിൽ ഡെവലപ്മെൻറ്റ് ഡിലേ ആവും. ഹെഡ് എസിമെട്രിക്കലായിരിക്കും, പിന്നെ സ്കാൾപ്പിന് തകരാറുണ്ടാവും, നോസ് സ്മോൾ ആയിരിക്കും, ലോ സെറ്റ് ഇയേഴ്സ് ആയിരിക്കും. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഷോർട്ട് ആം ഓഫ് ക്രോമസോം നമ്പർ 9 ലീഡ്സ് ടു ക്യാരക്ടറിസ്റ്റിക് ഫേസ്, വേരിയബിൾ മെൻ്റൽ റിട്ടാർഡേഷൻ, ഹൈ ആൻഡ് ബോർഡ് ഫോർഹെഡ്, ഹാൻഡ് അബ്നോർമാലിറ്റീസ് എക്സെട്ര. അപ്പോൾ 4 ക്രോമസോംസിലാണ് മെയിൻലി ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ക്രോമസോംസ് ആണ് ക്രോമസോം നമ്പർ 4ൻ്റെ ഷോർട്ട് ആം, ക്രോമസോം നമ്പർ 4ൻ്റെ ലോങ് ആം, ക്രോമസോം നമ്പർ 7ൻ്റെ ലോങ് ആം, ക്രോമസോം നമ്പർ 9ൻ്റെ ഷോർട്ട് ആം. അപ്പോൾ ഈ 4 കണ്ടീഷൻസിലാണ് ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. അത് കാരണം ഉണ്ടാകുന്ന എഫക്റ്റുമാണ് പറയുന്നത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത സ്ട്രക്ചറൽ ക്രോമസോമൽ മ്യൂട്ടേഷൻ പഠിക്കും.